പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന വണ്ടി KSRTC സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിന് മുന്നേ സൂപ്പർ ഫാസ്റ്റ് വെച്ച് കളിച്ചിട്ടുണ്ട്. അത് പക്ഷേ ടാറ്റയുടെ മോഡലായിരുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കണത് അശോക് ലൈലാൻഡിൻ്റെ മോഡലാണ്. ഈ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോവും കേട്ടോ. ഒരു 150ൻ്റെ മേലൊക്കെ പോവും. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വണ്ടിയിൽ കയറിയേക്കാണ്. നമുക്കപ്പോൾ ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ട്രിപ്പും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണേ. എവിടെയെങ്കിലും എത്തേണ്ടിടത്തൊക്കെ എത്തും. ഓക്കെ, ലെറ്റ്സ് ഗോ. പിന്നെ യാത്രയിലേ ഇടയ്ക്ക് വെച്ച് തട്ടുമുട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും അത്ര കാര്യമാക്കണ്ട. KSRTC അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പാണ്. നമ്മുടെ വണ്ടിയൊക്കെ എങ്ങനെയൊക്കെയോ കടന്നു. ഈ വണ്ടിക്ക് പിന്നെ വീൽ ബേസ് കൂടുതലാണ്. വളയ്ക്കാനൊക്കെ ഇച്ചിരി ടാസ്ക്കാണ്. എന്നാലും ഞാൻ നോക്കിയും കൊണ്ട് വളച്ചോളാം. ഓക്കെ, ഇവിടെ ഞാൻ സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. നേരെ മെയിൻ റോഡിലേക്ക് കയറി. ഇനി ഇവിടെ നിന്ന് അങ്ങ് പറപ്പിച്ചു വിടാം. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡില്ലേ, അതൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം തന്നെ 130ഒക്കെ കടന്നു. ഈ വണ്ടിക്ക് പിന്നെ നല്ല കൺട്രോൾ ഉണ്ട് കേട്ടോ. ഞാനിവിടെ 160ലേക്ക് പോണേ. അപ്പോഴും നല്ല കൺട്രോൾ ഉണ്ട്. ഇതിപ്പോൾ എത്ര സ്പീഡിലാണ് പോവുക? 190 എനിക്ക് തോന്നണത് ഈ വണ്ടി 200 ടച്ച് ചെയ്യുന്ന. ഓക്കെ, 192, 193, 194. ഇതെന്തത് 200 ടച്ച് ആവണില്ലല്ലോ. മുന്നേ ടാറ്റയുടെ ബസ് കൊണ്ടുവന്നില്ലേ, അത് 200ൻ്റെ മേലെ പോയിട്ടാ 230 വരെ പോയി. ഇത് പക്ഷേ 200 ടച്ച് ആവണില്ലേ, 195 സ്റ്റക്കായേക്ക. ഓക്കെ, അവിടെ മുമ്പിലൊരു വളവ് വരുന്നുണ്ട്. നമുക്ക് പതുക്കെ റൈറ്റിലേക്ക് എടുക്കാം. വണ്ടിക്ക് ഇപ്പോഴും വലിയ ഡാമേജ് ഒന്നും ഇല്ല കേട്ടാ. 100% ഹെൽത്ത് കാണിക്കുന്നുണ്ട്. അത് പതുക്കെ കുറഞ്ഞ് കുറഞ്ഞ് വന്നോളും. പോണ വഴിയിൽ ആരുടെ ഒക്കെ മേത്തടാവും ഞാൻ വണ്ടി കയറ്റുക, പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഞാൻ വേറൊരു സ്ഥലത്ത് എത്തിയേക്കാണ്. ഈ റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാ, ഒരു സൈഡിൽ 3 ലൈന്, അപ്പുറത്ത് 1 ലൈനുള്ളൂ. അതെന്താണാവോ? അപ്പുറത്തെ ലൈനിൽ വണ്ടി ഓടിക്കുന്നവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ പിന്നെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ലൈറ്റ് അടിക്കും, അന്നേരം ആൾക്കാരൊക്കെ സൈഡ് തരും. ഇതെന്തത്, എൻ്റെ വണ്ടി എവിടെ ഇടിച്ചുല്ലോ? അത് സീനില്ല. വണ്ടിക്ക് ഇപ്പോഴും 100% ഹെൽത്ത് ഉണ്ട്. മാറ് 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 മാറ്. ഇതെന്തത് ഇത്ര ടൈം എടുക്കണ്? ഊഫ്, വെറുതെ ചൊറിയാൻ പോയതാ. വണ്ടിയുടെ ഹെൽത്ത് ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു, 94%. എന്തൊക്കെയായാലും 50% താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. വണ്ടി പിന്നെ മര്യാദയ്ക്ക് ഓടില്ല. ഈ കാണുന്ന വഴി പിന്നെ ഫുൾ വൺ വേ ആയിരിക്കും. ഓരോ സൈഡിൽ കൂടെ മാത്രമേ വണ്ടികൾ പോകണുള്ളൂ. ഇവിടെ പിന്നെ ഞാൻ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. സൈഡ് താ. ഇയാൾക്കെന്ത് പ്രത്യേകിച്ച് പറയണ? എടാ സൈഡ് താടാ. ഇയാളെന്ത് സൈഡ് തരാത്ത? ലെഫ്റ്റ് സൈഡിൽ ബസ് ഉണ്ട്, അതൊക്കെ. ഇയാൾക്ക് റൈറ്റ് സൈഡിൽ കൂടെ സൈഡ് തന്നൂടെ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇയാൾ എപ്പോഴും സൈഡ് തരുന്നില്ല. ഓക്കെ, അയാൾ എങ്ങനെയൊക്കെയോ നമുക്ക് സൈഡ് തന്നൂട്ടാ. എന്തെങ്കിലും ആട്ടെ. ഇപ്പം നമ്മൾ പതുക്കെ മുന്നോട്ട് പോവാണ്. മുമ്പിൽ കുറേ വണ്ടികളുണ്ട്, അവർ വഴി ബ്ലോക്ക് ചെയ്തിട്ടേക്ക. അതുകൊണ്ട് നമുക്ക് തൽക്കാലം റോങ് സൈഡ് അങ്ങ് എടുത്ത് പോവാം. അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയേക്കാണ്. ഇത് മൊത്തം കാട് പിടിച്ച വഴിയാണ് കേട്ടോ. ഇത് പക്ഷേ ഒരു വൺ വേ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇവിടെ പിന്നെ വഴിയൊന്ന് ചെറുതായിട്ടാ. ചെറു വഴിയായാലും സീനൊന്നുമില്ല. ഒരു മിനിറ്റ്, ഇത് വൺ വേ അല്ലല്ലോ, ഇത് 2 വേ. ഇവിടെ മുന്നിൽ നിന്ന് ഏത് സമയത്തും വണ്ടികൾ വരാം. അതുകൊണ്ട് നോക്കിയും കണ്ട് ഓവർടേക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, മുന്നിൽ നിന്ന് വണ്ടികളൊന്നും വന്നിട്ടില്ല. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ നൈസായിട്ട് പണി പാളിയേക്കാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ തീരെ ഡീസലില്ല, 0 ലിറ്ററാ. എന്നിട്ടും നമ്മുടെ വണ്ടി ഓടുന്നുണ്ട് കേട്ടോ. അതുതന്നെ വലിയ കാര്യം. നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് പെട്രോൾ പമ്പിലേക്ക് പോകണം, അല്ലെങ്കിൽ ശരിയാവില്ല. വണ്ടി ഏത് സമയത്തും വഴിയിൽ നിൽക്കും. ഇവിടെ അടുത്ത് എനിക്ക് പെട്രോൾ പമ്പൊന്നും കാണാനില്ല. ഇത് ഒന്നാമത്തേന് ഒരു പാടം പോലത്തെ ഏരിയ. ഈ ഭാഗത്ത് പെട്രോൾ പമ്പ് ഉണ്ടാവില്ല. എന്നാലും ഈ വണ്ടി എത്ര ദൂരം ഓടാനാവോ? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പെട്രോൾ പമ്പിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാം. ഫുൾ ടാങ്ക് അടിക്കണ? അത് വേണ്ട. നമുക്ക് ഒരു 1000 രൂപയ്ക്ക് അങ്ങ് ഡീസൽ അടിക്കാം. അത് മതിയാവും. 1000 രൂപയ്ക്ക് 69 ലിറ്റർ കിട്ടുന്നുണ്ട്. ഇത് 1000 റുപ്പീസ് അല്ല കേട്ടോ, ഇത് ഇന്തോനേഷ്യയിലത്തെ കറൻസിയാണ്.
അല്ലാണ്ട് 1000 രൂപയ്ക്കൊന്നും 69 ലിറ്റർ ഡീസൽ കിട്ടില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല, പകരം ഹാഫ് ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹാഫ് ടാങ്ക് ഒക്കെ ധാരാളമാവും. സാധാരണ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ മഴ പെയ്യാറുണ്ട്. ഇപ്രാവശ്യം എന്താണാവോ മഴ പെയ്തിട്ടില്ല. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് എത്ര ദൂരമാണാവോ പോവേണ്ടത്? ഒരു മിനിറ്റ്, ഇപ്പോൾ കൊണ്ട് ഇടിച്ചേനെ, ജസ്റ്റ് മിസ്സ്. ഞാൻ ലോറിക്കാരനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇതെന്തത്, എൻ്റെ മൊബൈൽ ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്, വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. നമ്മൾ പിന്നെ കുറേ നേരമായിട്ട് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇതുവരെയ്ക്കും 195-ന് മേലെ പോയിട്ടില്ല. ഇടയിൽ ഇറക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അന്നേരം 200-ൻ്റെ മേലെ പോവും. അല്ലാത്തപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ 200-ൻ്റെ മേലെ പോവില്ല, ഈ 195 തന്നെ. അതെന്തെങ്കിലും ആവട്ടെ, ഇത്രയും സ്പീഡിൽ പോണില്ലേ, അതന്നെ വലിയ കാര്യം. ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കം വന്നുട്ടാ, അന്നേരം ഇത് 200-ൻ്റെ മേലെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 204 വരെ പോയി. അവിടെ ഞാനൊരു ബൈക്കുകാരനെ ഇടിച്ചിട്ടു, ആ സീനില്ല. നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് നന്നായിട്ട് കുറഞ്ഞു, 86% കാണിക്കണേ. വണ്ടി പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് ഓടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ആൾക്കാരെ വലിയ കുഴപ്പമില്ലാണ്ട് സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഡാമേജ് ഒന്നും നോക്കണ്ട, ആൾക്കാരെ സേഫായിട്ട് എത്തിച്ചില്ലേ, അത് മതി. അല്ല, ഇവന്മാരെ എവിടെ ഇറക്കണ്ടേ? ഓക്കെ, ഇവിടെ ഇറക്കാം നമുക്ക്. ലെറ്റ്സ് ഗോ. ഓക്കെ, ആൾക്കാരെങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വണ്ടി എത്രത്തോളം ഡാമേജ് ആയി? ഫ്രണ്ട് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.